Hello everyone. So ഇന്നത്തെ ഈ വീഡിയോ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡിയാണ്. ലാസ്റ്റ് IPC വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം IPCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ തന്നെയാണ് ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി എന്നുള്ളത്. ആൻഡ് ഇതിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ കുറച്ച് സെക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചങ്ങനെ കാണാറുള്ളൂ. ആൻഡ് അതായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് സെക്ഷൻ 299, അതായത് കൾപ്പബിൾ ഹോമിസൈഡ്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ ഡെത്ത് ത്രൂ ഹ്യൂമൻ ഏജൻസി, ദാറ്റ് ഈസ് കോസിങ് ഓഫ് ഡെത്ത് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ എ ഹ്യൂമൻ ബീയിങ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ വേറൊരു ഹ്യൂമൻ ബീയിങ് കൊല്ലുന്ന ആക്ടിനെയാണ് കൾപ്പബിൾ ഹോമിസൈഡ് പറയുന്നത്. ഇതിന് സർട്ടൻ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് കോസിങ് ഓഫ് ഡെത്ത്, ഒരു ഡെത്ത് സംഭവിച്ചിരിക്കണം. ഡൂയിങ് ഓഫ് ആൻ ആക്ട് ഓർ ഒമിഷൻ, നമ്മൾ ആ ഡെത്ത് കോസ് ചെയ്തേക്കുന്നത് ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട ആക്ട് മനഃപൂർവ്വം ഒമിറ്റ് ചെയ്തുകൊണ്ട്. ദെൻ മെൻ്റൽ എലമെൻറ്റ് അല്ലെങ്കിൽ മെൻസ്ട്രിയ ഒരു ഗിൽറ്റി മൈൻഡും വേണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു കൾപ്പബിൾ ഹോമിസൈഡ് ആവും. ഇത് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, എ ലേസ് sticks and turf over a pit with the intention of thereby causing death or with the knowledge that death is likely to be thereby caused. Is it believing the ground to be firm, treads on it and falls and killed. A has committed the offense of culpable homicide. ഇവിടെ എ ഒരു കുഴി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കമ്പും അതും ഇതൊക്കെ ഇട്ട് അതിനകത്ത് ഒരാൾ വീണ് കഴിഞ്ഞാൽ അത് മരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെ അത് ചെയ്യുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ ഇസഡ് ആണെങ്കിൽ എന്താ, വിതൗട്ട് ദ നോളജ്, ആ ഗ്രൗണ്ട് ഫേം ആണെന്ന് കരുതി അതിന് മുകളിലൂടെ നടക്കുന്നു, ആ പിറ്റിൽ വീഴുന്നു, മരിക്കുന്നു. ഇവിടെ എ എന്താണ്, അയാൾക്കറിയാം അവിടെ ഡെത്ത് സംഭവിക്കുമെന്നറിയാം, ഒരു മെൻ്റൽ എലമെൻ്റ് ഉണ്ട്, ആൻഡ് ഈ ഹാസ് ഡൺ ആൻ ഒരു ആക്റ്റും അയാൾ ചെയ്തു. സോ ഇതുകൊണ്ട് തന്നെ ഇവിടെ എ ഹീസ് ലയബിൾ ഫോർ കൾപ്പബിൾ ഹോമിസൈഡ്. ഇനി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേറൊരു illustration പറയുകയാണെങ്കിൽ, that is, A knows Hizard to behind a bush, B does not know it, A intending to cause or knowing it to be likely to cause Izard's death induces B to fire at the bush, B fires and kills Izard. Here B may be guilty of no offense but A has committed the offense of culpable homicide. ഇവിടെ എന്താണ്, Aക്ക് അറിയാം, അതായത് ഒരു ബുഷിന് ബിഹൈൻഡിൽ ഇസഡ് ഇരിപ്പുണ്ടെന്ന്. എന്നിട്ടും അയാൾ പോയിട്ട് വേറെ ഒരാളോട് ബിയുടെ അടുത്ത് പറയുന്നു ആ ബുഷിലേക്ക് ഫയർ ചെയ്യാൻ. അയാളെ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ബിക്ക് അത് ബിക്ക് അറിയില്ല ഇസഡ് ആ ബുഷിൻ്റെ ബിഹൈൻഡിലുണ്ടെന്ന്. ബി വിതൗട്ട് ദ നോളജ് പോയി ഫയർ ചെയ്യുന്നു, ഇസഡ് മരിക്കുന്നു. ഇവിടെ മേ ബി എന്താണ്, ഒരു ഒഫൻസിനും പണിഷബിൾ ആകാണ്ടിരിക്കാം, പക്ഷേ എ ഡെഫിനറ്റ്ലി ഹി ഈസ് ലയബിൾ ഫോർ കൾപ്പബിൾ ഹോമിസൈഡ്. സോ അതാണ് കൾപ്പബിൾ ഹോമിസൈഡ്, സെക്ഷൻ 299. ഇനി വരുന്നത് മർഡർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 300. മർഡറിനെ പറയുകയാണെങ്കിൽ ഒരു കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആകണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇറ്റ് റിസൾട്ടഡ് ഇൻ ഡെത്ത്, ഇറ്റ് ഷുഡ് റിസൾട്ട് ഇൻ എ ഡെത്ത്, ആൻഡ് there is no intention of causing death. There is an intention of causing death with the knowledge that it is so imminently dangerous. അതായത് ഒരു കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആവണമെങ്കിൽ അത് മസ്റ്റായിട്ടും ഒരു ഡെത്തിൽ റിസൾട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഡെത്ത് കോസ് ചെയ്യാനുള്ള ഇൻറ്റൻഷനും ഉണ്ടാവണം. ജസ്റ്റ് ഒരു ഗിൽറ്റി മൈൻഡ് മാത്രമല്ല, അയാളെ കൊല്ലണമെന്ന കറക്റ്റായിട്ടുള്ളൊരു ഇൻറ്റൻഷനും അവിടെ ഉണ്ടാവണം. അതേപോലെ തന്നെ വിത്ത് ദ നോളജ് ദാറ്റ് ഇറ്റ് ഈസ് സോ ഇമിനൻ്റ്ലി ഡേഞ്ചറസ്, അത് അത്രയും ഡേഞ്ചർ ആണ് എന്നുള്ളൊരു നോളജും അവിടെ ഉണ്ടാവണം. ഈ 3 കണ്ടീഷനും കൾപ്പബിൾ ഹോമിസൈഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മർഡർ. മർഡറിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 302. മർഡർ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 300, അതിൻ്റെ പണിഷ്മെൻറ്റ് 302. അതിൻ്റെ ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, A shoots Izard with the intention of killing him. Izard dies in consequence. A commits murder. A ഇസഡിനെ കൊല്ലണമെന്ന ഇൻറ്റൻഷനോട് കൂടി തന്നെ ഷൂട്ട് ചെയ്യുന്നു, ഇസഡ് അതോടെ മരിക്കുന്നു. ഇവിടെ ഈ A has committed murder. അടുത്തത്, A knowing that Izard is laboring under such a disease that a blow is likely to cause his death, strikes him with the intention of causing bodily injury. Izard dies in consequence of the blow. A is guilty of murder. ഇവിടെ എയ്ക്ക് അറിയാം, അതായത് ഇസഡിന് ഒരു അസുഖമുണ്ട്, അതായത് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അയാൾ ഡെഫിനറ്റ്ലി മരിക്കുമെന്ന്. ആ പൂർണ്ണ ബോധത്തോടു കൂടി തന്നെ എ പോയിട്ട് എന്ത് ചെയ്യും, അയാളെ ഇടിച്ച് അയാൾക്കൊരു ഇഞ്ചുറി കോസ് ചെയ്ത് അയാൾ മരിക്കുന്നു. ഇവിടെ
എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ. അപ്പോൾ അതാണ് കൾപ്പബിൾ ഹോമിസൈഡ് എങ്ങനെ മർഡർ ആവുമെന്ന്. അതായത് കറക്റ്റ് ഒരു ഡെത്ത് സംഭവിച്ചിരിക്കണം, ഒരു ക്രിമിനൽ ഇൻറ്റൻഷനും വേണം, അതൊരു സീരിയസ് ഡേഞ്ചർ ആണ് ഉണ്ടാക്കുന്നതെന്നുള്ള കംപ്ലീറ്റ് നോളജും വേണം. അതിനിപ്പോൾ കുറച്ചൊരു ഇത് പറയുകയാണെങ്കിൽ ഓൾ മർഡർ ഈസ് കൾപ്പബിൾ ഹോമിസൈഡ്. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആയിരിക്കും. പക്ഷേ ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ഈസ് നോട്ട് മർഡർ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് സർട്ടൺ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് മർഡർ ആവും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എല്ലാ മർഡറും ഡെഫിനറ്റ്ലി കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ബട്ട് ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ആർ നോട്ട് മർഡർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദ ക്രൈം ലൈസ് ഇൻ ക്രിമിനാലിറ്റി. ഇൻ മർഡർ ദർ ഇസ് ഗ്രേറ്റർ ഇൻറ്റൻഷൻ ദാൻ ഇൻ കൾപ്പബിൾ ഹോമിസൈഡ്. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ ക്രിമിനാലിറ്റിയാണ്. അതായത് കൾപ്പബിൾ ഹോമിസൈഡിലുള്ളതിൽ കൂടുതൽ ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് കൂടുതൽ എപ്പോഴും മർഡറിനായിരിക്കും. അതാണ് അപ്പം മർഡറും കൾപ്പബിൾ ഹോമിസൈഡ്. കൾപ്പബിൾ ഹോമിസൈഡ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 299, മർഡർ 300, പണിഷ്മെൻറ്റ് 302. ഇനി അടുത്തത് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. നമ്മുടെ ഒരു നെഗ്ലിജൻസ് കാരണം ഒരു മരണം ഉണ്ടാകുന്നത്, അതാണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. സെക്ഷൻ 304A, caused the death of another person. Death caused by a rash or negligent act. ഇവിടെ ആക്ട് ഷുഡ് നോട്ട് എമൗണ്ട് ടു കൾപ്പബിൾ ഹോമിസൈഡ്. ഇതൊരിക്കലും ഒരു കൾപ്പബിൾ ഹോമിസൈഡ് അല്ല. കാരണം നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഒരു മെൻസ്ട്രേ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ട് ചെയ്ത് ആ ആക്ട് ഒരു മെൻ്റൽ എലമെൻ്റ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ നെഗ്ലിജൻസ് എന്നാണ് പറയുന്നത്. അതായത് വിത്തൗട്ട് അവർ നോളജ് ആണ് അത് നടക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, എ വാസ് ആൻ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ. He gave line clear to passenger train to leave the next station, while on the same line stood goods train. There were many deaths from the collision. Here A was convicted under section 304A. ഇവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഒരു പാസഞ്ചർ ട്രെയിനിന് പോകാനുള്ള ക്ലിയർ പാസ് കൊടുത്തു, വിത്തൗട്ട് നോയിങ് ദാറ്റ് ആ സെയിം ട്രാക്കിൽ ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്, പുള്ളിക്കാരൻ നെഗ്ലിജൻ്റ് ആണ്. പുള്ളിക്കാരൻ്റെ ആക്ട് അത് പക്കാ ആയി ചെയ്യാണ്ട് നെഗ്ലിജൻ്റായി ചെയ്തതുകൊണ്ടാണ് ഡെത്ത് സംഭവിച്ചത്. പക്ഷേ അവിടെ ഒരു ഇൻറ്റൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു കൾപ്പബിൾ ഹോമിസൈഡോ മർഡറോ ആകുന്നില്ല. ഈവൻ ദോ ദർ എറൈസ്ഡ് എ ലോട്ട് ഓഫ് ഡെത്ത്, ഇവിടെ ഒരു നെഗ്ലിജൻ്റ് ആക്ട് കൊണ്ടായതുകൊണ്ട് ദിസ് കംസ് അണ്ടർ സെക്ഷൻ 304B. 304B അല്ല, 304A. ഇനി സെക്ഷൻ 304B. സെക്ഷൻ 304B ഡീൽ ചെയ്യുന്നതാണ് ഡൗറി ഡെത്ത്. ഡൗറി ഡെത്ത് എന്ന് പറയുമ്പോൾ ഡെത്ത് ഓഫ് എ വിമൻ ബൈ എനി ബേൺസ് ഓർ ബോഡിലി ഇഞ്ചുറി ഓർ അതർവൈസ് ദാൻ അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ്. അതായത് ഒരു നോർമൽ സർക്കംസ്റ്റാൻസിലല്ലാതെ ഒരു വിമൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, അതും വിത്തിൻ 7 years ഓഫ് മാരേജ് കഴിഞ്ഞ് വിത്തിൻ 7 yearsനുള്ളിലാണ് ആ ഡെത്ത് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഹറാസ്മെൻറ്റിനും ക്രുവൽറ്റിക്കും അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ ക്രുവൽറ്റി ഇൻ ദ നെയിം ഓഫ് ഡൗറി, ഈ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അതൊരു ഡൗറി ഡെത്ത് ആവുന്നത്. അപ്പം സെക്ഷൻ 304B ഡീൽസ് വിത്ത് ഡൗറി ഡെത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, സെക്ഷൻ 299. അതിൻ്റെ ക്രിമിനാലിറ്റി കൂടുക, കുറച്ച് ഇൻറ്റൻസ് ആകുമ്പോൾ അത് മർഡർ ആകുന്നു, സെക്ഷൻ 300. അതിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നത് സെക്ഷൻ 302. പിന്നെ ഡെത്ത് കോസ്ഡ് ബൈ എ നെഗ്ലിജൻ്റ് ആക്ട്, അല്ലെങ്കിൽ നെഗ്ലിജൻ്റ് ആയതുകൊണ്ടൊരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് വരുന്നത് സെക്ഷൻ 304A. 304B ആവുകയാണെങ്കിൽ അത് ഡൗറി ഡെത്ത്. ഇനി അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ. ഒരു മർഡർ ആയില്ല, പക്ഷെ അതിനൊരു അറ്റംപ്റ്റ് നടത്തി. അതായത് ഇപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, എ ഷൂട്ട്സ് അറ്റ് ഇസഡ് വിത്ത് ഇൻറ്റൻഷൻ ടു കിൽ ഹിം. The bullet hit him but not resulted in his death. If death was resulted, A would be liable for murder. Thus A has committed the attempt to commit murder. ഇവിടെ എന്താണ്, എ ഇസഡിനെ കൊല്ലണമെന്ന കംപ്ലീറ്റ് ഇൻറ്റൻഷനോട് കൂടി തന്നെ ഇസഡിനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇസഡിന് ബുള്ളറ്റ് ഹിറ്റ് ചെയ്തിട്ടും ഇസഡ് മരിക്കുന്നില്ല. ഇവിടെ ഈ ഇസഡ് മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഡെഫിനറ്റ്ലി അത് മർഡർ ആകുമായിരുന്നു. ഇവിടെ ഇസഡ് മരിച്ചില്ല എന്നുള്ളതുകൊണ്ടും ഇൻറ്റൻസ് ആയതുകൊണ്ടും തന്നെ എ സെക്ഷൻ 307 അണ്ടറിൽ പണിഷ് ചെയ്യും, അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ. അതിനിപ്പോൾ വേറൊരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, എ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത് ഓഫ് എ ചൈൽഡ് ഓഫ് 10 years എക്സ്പോസ്ഡ് ഇറ്റ് ഇൻ എ ഡിസേർട്ടഡ് പ്ലേസ്. എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് അണ്ടർ സെക്ഷൻ 307.
ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ആ കുട്ടിക്ക് ഡെത്ത് സംഭവിക്കണം എന്ന് ഉള്ളത് ഇതിൽ തന്നെ അതിനെ ഒരു ഡിസേർട്ടഡ് പ്ലേസിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. ഇവിടെ എ എന്താണ്, ആ കുട്ടി മരിക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണത് ചെയ്തത്. പക്ഷേ മരണം സംഭവിച്ചില്ല. മരണം സംഭവിച്ചായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് മർഡർ ആകും. മരണം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ എന്ന സെക്ഷൻ, അതായത് സെക്ഷൻ 307 അണ്ടറിൽ പണിഷബിൾ ആവുന്നു. സോ അപ്പോൾ ഇത് ഇത്രയാണ് മർഡർ, കൾപ്പബിൾ ഹോമിസൈഡ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്, ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ. ഇനിയും പറയുന്നത് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ വോളണ്ടറിലി ഒബ്സ്ട്രക്റ്റഡ് എ പേഴ്സൺ ടു പ്രിവെൻറ്റ് ദാറ്റ് പേഴ്സൺ ഫ്രം പ്രൊസീഡിങ് ഇൻ വിച്ച് ഹി ഹാസ് ദ റൈറ്റ് ടു പ്രൊസീഡ്. ഒരാൾക്ക് പോകാൻ അധികാരമുള്ള അല്ലെങ്കിൽ പോകാൻ റൈറ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് അയാളെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുക, അതിനെയാണ് പറയുന്നത് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്, സെക്ഷൻ 339. അതിനിപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, A obstructs a path along with Z has the right to pass. A not believing in good that has A right to stop the path, Z is thereby prevented from passing. A wrongfully restrains Z. അതായത് ഇസഡിന് പോകാൻ റൈറ്റ് ഉള്ളൊരു പാത്തിൽ, അതായത് ഇസഡിന് പോകാം, വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു രീതിയിലും എക്ക് അവിടെ ഇസഡിനെ തടഞ്ഞു നിർത്താനുള്ള റൈറ്റും ഇല്ല. അങ്ങനെയുള്ളൊരു പാത്തിൽ ഇസഡിനെ പോകാൻ അനുവദിക്കാതെ എ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഈസ് ലയബിൾ ടു ബി പണിഷ്ഡ് അണ്ടർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്, അതായത് സെക്ഷൻ 339 അണ്ടറിൽ. ഇനി വേറൊരു ഇത് പറയുകയാണെങ്കിൽ, എ ബിൽഡ് എ വോൾ അക്രോസ് എ പാത്ത് which Z has the right to pass. Z is thereby prevented from passing. A wrongfully restrained Z. അതായത് ഇസഡിന് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ പോകാൻ റൈറ്റ് ഉള്ളൊരു പാത്തിൽ എ വന്നൊരു മതിൽ അങ്ങ് പണിതു. ഇവിടെ അന്നേരം എന്താണ്, ഇസഡിൻ്റെ റൈറ്റിനെയാണ് അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഇസഡിൻ്റെ മൂവ്മെൻറ്റിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് അണ്ടറിൽ പണിഷബിൾ ആണ്. ഇനിയും വരുന്നത് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 339, റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 340. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, caused wrongful restraint to a person, prevent that person from proceeding beyond certain circumscribing limits. In wrongful restraint, the restriction will be partial, but in wrongful confinement, the restriction will be total. അതായത് മറ്റേതെന്തോ പറഞ്ഞാൽ അയാൾക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയിൽ ഒരു തടഞ്ഞു നിർത്തുക, അങ്ങനെയൊക്കെ. ഇത് റോങ്ഫുൾ കൺഫൈൻഡ് എന്ന് പറയുമ്പോൾ ആ പേഴ്സണെ മൊത്തത്തിൽ അങ്ങ് പിടിച്ചു നിർത്തുക, എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടി വെക്കുക, ആ ഒരു രീതിയിലൊക്കെ അയാളെ കൺഫൈൻ ചെയ്ത് വെക്കുക. റെസ്ട്രെയിനിൽ എപ്പോഴും പാർഷ്യൽ ആയിരിക്കും, അയാൾക്ക് വേറൊരു വഴി കൂടെ ചിലപ്പോൾ പോകാൻ പറ്റും, ഈ ഒരു വഴി മാത്രമായിരിക്കും ബ്ലോക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ കൺഫൈൻഡ് എന്ന് പറയുമ്പോൾ ഇൻ നോ വേ ഹി ക്യാൻ മൂവ്, എല്ലാ തരത്തിലും അയാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് മെയിനായിട്ടും റോങ്ഫുൾ റെസ്ട്രെയിൻറ്റും റോങ്ഫുൾ കൺഫൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 339, റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ 340. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് നമ്മൾ പാർഷ്യലായിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. അതാണപ്പോൾ റോങ്ഫുൾ റെസ്ട്രെയിൻമെൻറ്റും റോങ്ഫുൾ കൺഫൈൻമെൻറ്റും. ഇനി അടുത്തത് വരുന്നതാണ് ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി. ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി അത് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് 350. Intentionally used force to the person, force should be used without consent of that person. ഒരു ആളുടെ എതിരെ ഇൻറ്റൻഷനലി നമ്മളൊരു ഫോഴ്സ് ഉപയോഗിക്കുക, ആ പേഴ്സൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ, അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ അയാൾക്കെതിരെ ഇൻറ്റൻഷനലി നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി, BATTERY. അതിനൊരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, ഇസഡ് ഈസ് റൈഡിങ് ഇൻ എ ചാരിയറ്റ്, എ ലാഷസ് ഇസഡ്സ് ഹോഴ്സസ് ആൻഡ് ദെയർബൈ കോഴ്സസ് ദം ടു ക്വിക്കൻ ദെയർ പേസ്. Here he has caused change of motion to Z by inducing the animal to change their motion. A has therefore used force to Z, and if A has done this without Z's consent, intending or knowing it to be likely that he may injure. ഇവിടുത്തെ ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, ഇസഡ് ഒരു ചാരിയറ്റ് ഓടിക്കുകയാണ്, എ വന്നിട്ട് എന്ത് കൊടുക്കും, ഇസഡിൻ്റെ ഹോഴ്സിനെ ഉപദ്രവിച്ചിട്ട് അതിൻ്റെ പേസ്, അതിൻ്റെ സ്പീഡ് കൂട്ടി അത് വേറൊരു വഴിക്ക് പോകാനായിട്ട് കാരണക്കാരനാകും. ഇവിടെ എന്താണ്, എ ഒരു ക്രിമിനൽ ഫോഴ്സാണ് ഇസഡിന് നേരെ യൂസ് ചെയ്തത്.
അതും വിത്തൗട്ട് ഇസഡ്സ് കൺസെൻറ്റ്. അവിടെ ചിലപ്പോൾ ആ സ്പേസ് കൂടി സ്പീഡിൽ പോകുമ്പോൾ അതൊരു ഇഞ്ചുറി ഉണ്ടാകാം എന്ന ബോധത്തോടും കൂടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഡെഫിനറ്റ്ലി ഹാസ് ഡൺ എ ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി. അതായത് നമ്മൾ ആരുടെ നേരെയാണോ ഈ ക്രിമിനൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ അയാൾക്കതൊരു ഇഞ്ചുറി കോസ് ചെയ്യാമെന്ന ബോധത്തോടു കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ബാറ്ററി അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ആണ്. ഇനി അടുത്തത് വരുന്നതാണ് അസോൾട്ട്. അസോൾട്ട് എന്ന് പറയുമ്പോൾ യൂസിങ് എനി ജെസ്റ്റർ ഓർ എനി പ്രിപ്പറേഷൻ വിത്ത് ഇൻറ്റൻഷൻ ടു അപ്രഹെൻഡ് എനി പേഴ്സൺ ദാറ്റ് ഹീ ഈസ് എബൌട്ട് ടു യൂസ് ക്രിമിനൽ ഫോഴ്സ്. മറ്റേതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അറ്റാക്ക് ചെയ്തു. ബാറ്ററി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്തു. അസോൾട്ട് എന്ന് പറയുമ്പോൾ അത് ചെയ്തില്ല. നമ്മൾ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് ഇടിക്കാൻ വരികയാണെന്ന് കാണിക്കുക, ഒരു ജെസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ കാണിക്കുക, ഒരു ക്രിമിനൽ ഫോഴ്സ് ഞാൻ ഇപ്പോൾ എക്സേർട്ട് ചെയ്യും എന്ന് കാണിക്കുക, അയാളുടെ ഉള്ളിലൊരു ഭയം വരുത്തിക്കുക, അതിനെയാണ് അസോൾട്ട് എന്ന് പറയുക. ഇപ്പോൾ അസോൾട്ടിനൊരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, എ ഷേക്സ് ഹിസ് ഫിസ്റ്റ് അറ്റ് ഇസഡ് ഇൻറ്റൻഡിങ് ഇറ്റ് ടു ബി likely that he may thereby cause Z to believe that A is about to strike Z. A has committed assault. A വന്നിട്ട് ഇസഡിൻ്റെ അടുത്ത് കൈ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ, അതായത് ഞാൻ ഇപ്പോൾ ഇടിക്കും എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്നു. എന്നിട്ട് അപ്പോൾ അവിടെ എന്താ, ഡെഫിനറ്റ്ലി ഒരു തമാശക്കല്ല, ഇസഡിന് ശരി ഫീൽ ചെയ്യുന്നു ലൈക്ക് ഹി മേ ബി ഗോയിങ് ടു അറ്റാക്ക് മീ എന്നൊരു അപ്രഹെൻഷൻ ഇസഡിന് തോന്നുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ ചെയ്ത ആക്റ്റാണ് അസോൾട്ട്. അസോൾട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 351. അപ്പോൾ ക്രിമിനൽ ഫോഴ്സിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് ക്രിമിനൽ ഫോഴ്സിനെ പറ്റി സെക്ഷൻ 350 ഡിഫൈൻ ചെയ്യുന്നു. അസോൾട്ടിനെ പറ്റി സെക്ഷൻ 351 ഡിഫൈൻ ചെയ്യുന്നു. ഇനിയും കമ്മിങ് ടു അനദർ വൺ, കിഡ്നാപ്പിങ്ങും അബ്ഡക്ഷനും. അപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണം വെച്ചിട്ടാണ് പഠിക്കാൻ എളുപ്പം. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പം. കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ, wrongful confinement, wrongful restraint, പിന്നെ അസോൾട്ട്, ബാറ്ററി. ഇനിയിപ്പോൾ അടുത്തത് വരുന്നതാണ് കിഡ്നാപ്പിങ്ങും അബ്ഡക്ഷനും. കിഡ്നാപ്പിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 315. അതായത് ക്യാരിയിങ് ഓഫ് എ പേഴ്സൺ ബൈ ഇല്ലീഗൽ ഫോഴ്സ്. ഇല്ലീഗൽ ഫോഴ്സിലൂടെ ഒരാളെ ക്യാരി ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് കിഡ്നാപ്പിങ്. അതിൻ്റെ പണിഷ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 363. ഇനി അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 362. അതിൻ്റെ ഡിഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഫോഴ്സ് കമ്പലിങ് അനദർ പേഴ്സൺ ടു ഗോ ഫ്രം എ പ്ലേസ് ഓർ ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് ഇൻഡ്യൂസ്ഡ് അനദർ പേഴ്സൺ ടു ഗോ ഫ്രം എ പ്ലേസ്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിങ്ങിൽ ഏജ് മാറ്റേഴ്സ്. അതായത് ഒരു 16 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയെയും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെയും കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമാണ് അത് കിഡ്നാപ്പിംഗ് ആവുന്നത്. അബ്ഡക്ഷന് പക്ഷേ അങ്ങനെ ഒരു ഏജ് ഇല്ല. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളെ കൊണ്ടുപോയാലും അത് അബ്ഡക്ഷൻ ആകും. അതായത് അയാളുടെ അടുത്ത് കമ്പൽ ചെയ്ത് കൊണ്ടുപോകാം. മറ്റേതൊരു ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഫോഴ്സ് ഉപയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നതാണ് കിഡ്നാപ്പിംഗ്. അതിന് ഏജ് ഉണ്ട്. 16 ഇയേഴ്സിൽ താഴെയുള്ള മെയിലും 18 ഇയേഴ്സിൽ താഴെയുള്ള ഫീമെയിലും. പക്ഷേ അബ്ഡക്ഷൻ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇവിടെ അതേപോലെ ഒരാളെ കമ്പൽ ചെയ്ത് ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈറ്റ്ഫുൾ മീൻസ്. അതേപോലെ തന്നെ കൺസെൻറ്റ്. അബ്ഡക്ഷനിൽ അങ്ങനെ ഒരു കൺസെൻ്റ് ഉണ്ട്. അതായത് അവിടെ ഒരു ഫ്രീ കൺസെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അബ്ഡക്ഷൻ ആവില്ല. അയാളുടെ സമ്മതത്തോടാണ് അയാളെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നത്, അത് അബ്ഡക്ഷൻ ആകില്ല. പക്ഷേ കിഡ്നാപ്പിങ്ങിൽ ഇപ്പോൾ കൺസെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതായത് ചെറിയ കുട്ടികൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്ത്, അപ്പോൾ എന്താണ് അവരുടെ ചോക്ലേറ്റ് തരാം എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടിയുടെ കൺസെൻറ്റ് കിട്ടി. അതായത് ആ കുട്ടി പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ അന്നേരം ഫ്രീ കൺസെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കത് കിഡ്നാപ്പിംഗ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കിഡ്നാപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കിഡ്നാപ്പിനെ ബേസ് ചെയ്തിടത്തോളം കൺസെൻറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് അബ്ഡക്ഷൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കിഡ്നാപ്പിങ്ങിൽ ഇതേപോലെ ഏജ് മാറ്റർ ചെയ്യും, പക്ഷേ കൺസെൻറ്റ് മാറ്റർ ചെയ്യുന്നില്ല. അബ്ഡക്ഷനിൽ ദർ ഇസ് നോ സർട്ടൺ ഏജ് ലിമിറ്റ്സ്, പക്ഷേ അവിടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും അബ്ഡക്ഷൻ ആവില്ല. അതാണ് കിഡ്നാപ്പിങ്ങിൻ്റെ അബ്ഡക്ഷൻ്റെയും മെയിൻ ഡിഫറൻസ്. കിഡ്നാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 359, അബ്ഡക്ഷൻ 362. ഇനി അടുത്ത വരുന്ന സെക്ഷനാണ് റേപ്പ്. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗ്രീവസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയാണ് റേപ്പ് എന്ന് പറയുന്നത്. റേപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 375 ആൻഡ് അതിൻ്റെ പണിഷ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് 376. റേപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വിമൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ അവളുമായി സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് റേപ്പ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതിനൊരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, A had sexual intercourse with a woman when she was asleep. It was held that A had committed rape against her will. ഒരു വിമൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വിത്തൗട്ട് ഹെർ കൺസെൻറ്റ് അവളുമായി സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തു. അപ്പോൾ തന്നെ A ഈസ് ലയബിൾ ഫോർ റേപ്പ്.
ഇനി വരുന്നതാണ് ഗ്യാങ് റേപ്പ്. ഗ്യാങ് റേപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 376D. അതായത് വൺ ഓർ മോർ പേഴ്സൺ ഒരു കോമൺ ഇൻറ്റൻഷനോട് കൂടി ഒരു വിമനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത്. സോ റേപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 375, അതിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നത് സെക്ഷൻ 376 ആൻഡ് ഗ്യാങ് റേപ്പ് വരുന്നത് സെക്ഷൻ 376D. ഇനിയും പറയാനുള്ളത് ഡിസ്റോബ്. ഡിസ്റോബ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 354B. അതായത് എനി മാൻ who assault or uses criminal force to any women or abets with intention of disrobing or compels her to be naked. അതായത് ഒരു മാൻ ഒരു വിമനെ അസോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് അവളെ അബറ്റ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, എന്തിന്? ഡിസ്റോബ് ചെയ്യാൻ അല്ലെങ്കിൽ നേക്കഡ് ആകാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ഡിസ്റോബ്. ആ ഒരു ആക്ടിനെ പറയുന്നതാണ് ഡിസ്റോബ് എന്നുള്ളത്. ഡിസ്റോബ് അതായത് സെക്ഷൻ 354B. ഡിസ്റോബിനകത്തെ ആ ബി സെക്ഷൻ 354B അങ്ങനെ ഓർക്കണം. കാരണം ഇനി അടുത്ത വരുന്നത് സെക്ഷൻ 354C ആണ്. വോയറിസം. വോയറിസം എന്ന് പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനി മാൻ ഹു വാച്ചസ് ഓർ ക്യാപ്ചേഴ്സ് ദ ഇമേജ് ഓഫ് എ വിമൻ എൻഗേജിങ് ഇൻ എ പ്രൈവറ്റ് ആക്ട് ഇൻ സർക്കംസ്റ്റാൻസസ് വെർ ഷീ ഷുഡ് യൂഷ്വലി ഹാവ് ദ എക്സ്പെക്ടേഷൻ ഓഫ് നോട്ട് ബീയിങ് ഒബ്സർവ്ഡ്. അതായത് മറ്റൊരാൾ കാണില്ല എന്ന വിശ്വാസത്തോടെ ഒരു വിമൻ അവളുടെ പ്രൈവറ്റ് ആക്റ്റിൽ എൻഗേജ് ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് അത് ഒബ്സർവ് ചെയ്യുകയോ ക്യാപ്ചർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് വോയറിസം. അതായത് ഒരു ക്യാമറ ഉപയോഗിച്ച് അത് ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ CC സെക്ഷൻ 354C. അപ്പോൾ ഡിസ്റോബ് എന്ന് പറഞ്ഞ ഒരു വിമനെ ക്രിമിനൽ ഫോഴ്സോ അസോൾട്ടോ ചെയ്തിട്ട് നേക്കഡ് ആവാൻ ഫോഴ്സ് ചെയ്യുക, അതാണ് ഡിസ്റോബ് സെക്ഷൻ 354B. വോയറിസം എന്ന് പറഞ്ഞാൽ ഒരു വിമൻ അവളുടെ പ്രൈവറ്റ് ആക്റ്റിൽ എൻഗേജ് ചെയ്യുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യുകയോ അത് ഒബ്സർവ് ചെയ്യുകയോ ചെയ്യുക, സെക്ഷൻ 354C. ഇനി വരുന്നത് സ്റ്റോക്കിംഗ്, സെക്ഷൻ 354D. എനി മാൻ ഹു ഫോളോസ് എ വിമൻ ആൻഡ് കോണ്ടാക്ട് ഡെസ്പൈറ്റ് ഓഫ് ഇൻഡിക്കേഷൻ ഓഫ് ഡിസിൻട്രസ്റ്റ് ഓർ മോണിറ്റർ ഹെർ ഇൻട്രസ്റ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഡിസിൻട്രസ്റ്റ് ആണ് എന്ന് ആ വിമൻ പറഞ്ഞതിന് ശേഷവും അവളെ ഫോളോ ചെയ്യുകയോ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയോ ശ്രമിച്ചാൽ അതാണ് സ്റ്റോക്കിംഗ്, സെക്ഷൻ 354D. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ, സെക്ഷൻ 299 കൾപ്പബിൾ ഹോമിസൈഡ്, സെക്ഷൻ 300 മർഡർ. കൾപ്പബിൾ ഹോമിസൈഡ് തന്നെ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് കുറച്ചുകൂടെ സിവിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മർഡർ ആകുന്നു. അത് കഴിയുമ്പോൾ വരുന്നതാണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 304A. സെക്ഷൻ 304Aയിലാണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് പറയുന്നത്. അതേപോലെ തന്നെ ഡൗറി ഡെത്ത് പറയുന്നത് സെക്ഷൻ 304B. അത് രണ്ടും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, സെക്ഷൻ 307. സെക്ഷൻ 307ൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ വരുന്നു. അപ്പം കൾപ്പബിൾ ഹോമിസൈഡ് സെക്ഷൻ 299, മർഡർ സെക്ഷൻ 300, അതിൻ്റെ പണിഷ്മെൻറ്റ് 302. 304A എന്ന് പറയുമ്പോൾ കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, 304B എന്ന് പറയുമ്പോൾ ഡൗറി ഡെത്ത്, ആൻഡ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ എന്നുള്ളത് സെക്ഷൻ 307. ഇനി പിന്നെ വരുന്നത് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റും റോങ്ഫുൾ കൺഫൈൻമെൻറ്റും. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് സെക്ഷൻ 339, അത് പാർഷ്യലായിട്ടായിരിക്കും നമ്മളുടെ മൂവ്മെൻറ്റ് തടയുന്നതെന്നുണ്ടെങ്കിൽ റോങ്ഫുൾ കൺഫൈൻറ്റിൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ടും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അത് പറയുന്നത് സെക്ഷൻ 340. പിന്നെ പറയുന്നത് ബാറ്ററിയും അസോൾട്ടും. ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈക്ക് ഒരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അത് ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്, അതാണ് പറയുന്നത് സെക്ഷൻ 350ൽ. പക്ഷേ അസോൾട്ടിൽ അങ്ങനെ ഒരു അപ്രഹെൻഷൻ തരുന്നതേ ഉള്ളൂ, ലൈക്ക് ഗോയിങ് ടു അറ്റാക്ക് ചെയ്യാൻ പോവാണ് എന്നൊരു അപ്രഹെൻഷൻ മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. അത് പറയുന്നതാണ് സെക്ഷൻ 351ൽ. പിന്നെ വരുന്നതാണ് കിഡ്നാപ്പിങ്ങും അബ്ഡക്ഷനും. സെക്ഷൻ 359 കിഡ്നാപ്പിങ്ങിനെ പറ്റി പറയുന്നു, അതായത് ഒരു മൈനറിനായിരിക്കും ആൻഡ് അവിടെ കൺസെൻറ്റ് എന്നുള്ളൊരു കാര്യം വരുന്നില്ല. അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ കൊണ്ടുപോകുന്നത് അബ്ഡക്ഷൻ ആകും. അതേപോലെ തന്നെ അവിടെ കൺസെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് വോണ്ട് ബി അബ്ഡക്ഷൻ. കിഡ്നാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 359ൽ, അബ്ഡക്ഷൻ 362ൽ. പിന്നെ റേപ്പ് സെക്ഷൻ 375, അതിൻ്റെ പണിഷ്മെൻറ്റ് 376. ഗ്യാങ് റേപ്പ് സെക്ഷൻ 376D. പിന്നെ 3 ടേംസ് ആണ്, ഡിസ്റോബ് 354B, വോയറിസം 354C ആൻഡ് സ്റ്റോക്കിംഗ് 354D. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു.